ഇടുക്കി മുള്ളരിങ്ങാട് കാട്ടാനയാക്രമണത്തിൽ മരിച്ച അമർ ഇലാഹിയുടെ ഖബറടക്കം പൂർത്തിയായി. മുള്ളരിങ്ങാട് ജുമാ മസ്ജിദിലായിരുന്നു ചടങ്ങുകൾ. ഇന്ന് പുലർച്ചെയോടെയാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം ബന്ധുക്കൾക്ക് കൈമാറിയത്. നവമി ദിനേശ് വിവരങ്ങളുമായി മുള്ളരിങ്ങാട് നിന്ന്. നവമി, ഒരു നിർധന കുടുംബത്തിന്റെ ഏക അത്താണിയായ ചെറുപ്പക്കാരനെയാണ് നഷ്ടപ്പെട്ടത്. ആ തരത്തിലുള്ള വികാരപരമായ പ്രതിഷേധങ്ങൾ ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നതും നമ്മൾ കണ്ടിരുന്നു. ചടങ്ങുകൾ പൂർത്തിയായോ? ശ്രീജ, 22 വയസ്സ് മാത്രം പ്രായമുള്ള അമർ ഇലാഹിയുടെ ഖബറടക്കം ഇപ്പോൾ അവസാന ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. ഇവിടെ മുള്ളാരിങ്ങാട് ജുമാ മസ്ജിദ് പള്ളിയിലാണ് ഈ ഖബറടക്കം നടക്കുന്നത്. വളരെ വൈകാരികമായിട്ടുള്ള ദൃശ്യങ്ങളാണ് ഈ കുടുംബത്തിൽ നിന്ന് നമുക്ക് കാണാൻ കഴിഞ്ഞത്. വീട്ടിൽ നിന്നും ഏകദേശം 200 മീറ്റർ മാത്രം ദൂരമുള്ള ഇടത്തേക്കാണ് മകൻ പശുവിനെ മേയാൻ വിട്ട പശുവിനെ തിരക്കി പോയത്. അമറും ഒപ്പം സുഹൃത്തും ഉണ്ടായിരുന്നു. മൻസൂർ, അതിൽ അമറിനെയാണ് കാട്ടാന ചവിട്ടി കൊലപ്പെടുത്തിയത്. മൻസൂർ ഇപ്പോഴും ആശുപത്രിയിൽ തന്നെ ചികിത്സയിലാണ്. രാവിലെ മന്ത്രി റോഷി അഗസ്റ്റിനും മാത്യു കുഴൽനാടൻ MLA, ഡീൻ കുര്യാക്കോസ് MP അടക്കമുള്ളവർ വീട് സന്ദർശിക്കുകയും കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കുകയും ചെയ്തു. എന്തായാലും ഈ പ്രദേശത്തെ കിടങ്ങടക്കം ഉള്ള നടപടികൾ, ഇതിനൊരു ശാശ്വത പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ നടപടികളും നടത്തുമെന്ന് തന്നെ എന്ന വാഗ്ദാനം നൽകിക്കൊണ്ടാണ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഇവിടെ നിന്ന് മടങ്ങിയത്. പക്ഷെ അപ്പോഴും നാട്ടുകാരുടെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം മന്ത്രിക്ക് നേരെയും MP-ക്ക് നേരെയും ഒക്കെ ഉണ്ടായിരുന്നു. ഇത്രയും ഞങ്ങൾ ഇപ്പോൾ അവിടെ നിർമ്മിച്ചിരിക്കുന്ന താൽക്കാലികമായിട്ടുള്ള ഫെൻസിംഗ്, അതിൽ കൂടി കറണ്ട് പാസ് ചെയ്യുന്നില്ല. നാട്ടുകാർ പിരിവെടുത്ത് 3 ലക്ഷം രൂപ മുതൽ മുടക്കിയാണ് ആനയെ പേടിപ്പിക്കുന്നതിന് വേണ്ടി മാത്രം ഒരു താൽക്കാലികമായിട്ടുള്ള ഫെൻസിംഗ് നടത്തിയത്. MP-യുടെയോ MLA-യുടെയോ ഒക്കെ ഫണ്ടിൽ നിന്ന് ഈ തുക അനുവദിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ ഈ ഒരു 22 വയസ്സുകാരന്റെ ജീവൻ നഷ്ടപ്പെടില്ലായിരുന്നു എന്ന വലിയ വൈകാരികമായിട്ടുള്ള രംഗങ്ങളായിരുന്നു ആ വീടിന് മുന്നിൽ കാണാൻ കഴിഞ്ഞത്. പക്ഷേ ഡീൻ കുര്യാക്കോസ് MP പറയുന്നത് പ്രകാരം MP-യുടെ ഫണ്ടിൽ നിന്നും ഇതിനു വേണ്ടിയിട്ടുള്ള തുക അനുവദിച്ചിരുന്നു. വനം വകുപ്പാണ് ഇതിനു വേണ്ടിയിട്ടുള്ള നടപടികളൊന്നും നൽകാതിരുന്നത് എന്നൊരു ആരോപണമാണ് ഡീൻ കുര്യാക്കോസ് MP നടത്തിയിരിക്കുന്നത്. എന്തായാലും മന്ത്രി റോഷി അഗസ്റ്റിൻ ഇവിടെ എത്തുകയും കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കുകയും ചെയ്തു. 10 ലക്ഷം രൂപ ഒരു ധനസഹായമാണ് ഇപ്പോൾ സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അത് ഉടൻ തന്നെ കുടുംബത്തിന് കൈമാറും. ഒപ്പം ഈ പ്രദേശത്ത് ഇങ്ങനെ കാട്ടാനകളുടെ ശല്യം കൂടി വരുന്ന സാഹചര്യത്തിൽ ഫെൻസിങ്ങോ അല്ലെങ്കിൽ കിടങ്ങടക്കം നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ ഉടൻ തന്നെ പൂർത്തിയാക്കുമെന്നാണ് പറയുന്നത്. പക്ഷേ ഒരു കാര്യം ഓർക്കേണ്ടത് ശ്രീജ, ഈ 1 മാസത്തിനുള്ളിൽ തന്നെ 3 പേരാണ് കാട്ടാന ആക്രമണത്തിൽ ഇതിനോടകം തന്നെ കൊല്ലപ്പെട്ടത്. ഒരു വർഷത്തിനിടയിൽ 7-ലധികം പേർ കൊല്ലപ്പെട്ടു.
ഈ ഓരോ ആളുകൾ കൊല്ലപ്പെടുമ്പോൾ മാത്രമാണ് നടപടി ഉണ്ടാകും, പരിഹരിക്കാം എന്നൊക്കെ പറഞ്ഞ് ജനപ്രതിനിധികൾ ഇവിടെ എത്തുന്നത്. അതുവരെ ഈ നാട്ടുകാരുടെ പ്രതിഷേധമോ അല്ലെങ്കിൽ നാട്ടുകാരുടെ പരാതിയോ കേൾക്കാനോ ഇവിടെ ആരും വരുന്നില്ല എന്നുള്ളതാണ് യഥാർത്ഥ യാഥാർത്ഥ്യം. ഈ മരിച്ച അമറിന്റെ ബന്ധു പറഞ്ഞതുപോലെ ഇനി ഒരാൾ ഇവിടെ മരിക്കുമ്പോൾ നിങ്ങൾ മാധ്യമപ്രവർത്തകരടക്കം ഇവിടെ വന്ന് റിപ്പോർട്ട് ചെയ്ത് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പ്രതികരണം എടുത്ത് മടങ്ങുന്നതല്ലാതെ ഇതിനു വേണ്ടിയിട്ടുള്ള ഞങ്ങളുടെ ജീവന് സംരക്ഷണത്തിന് വേണ്ടിയിട്ടോ ഞങ്ങളുടെ സ്വത്ത് സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടോ ഉള്ള നടപടികളൊന്നും തന്നെ ഇവിടെ എങ്ങും തന്നെ കാണുന്നില്ല എന്നുകൂടി വലിയ രീതിയിൽ പ്രതിഷേധം ഉയർത്തിക്കൊണ്ടാണ് നാട്ടുകാരടക്കം ഇവിടെ സംസാരിക്കുന്നത്. എന്തായാലും ഇവിടെ ഇന്നിപ്പോൾ ഹർത്താലാണ്. 3 മുന്നണികളും ചേർന്നൊരു ഹർത്താൽ ഇവിടെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഒപ്പം വനം വകുപ്പ് ഓഫീസിലേക്ക് BJPയുടെ ഒരു മാർച്ചും അല്പസമയത്തിനുള്ളിൽ ഉണ്ടാകും. അവിടെ വനം മന്ത്രിയുടെ കോലം കത്തിച്ചുള്ള ഒരു പ്രതിഷേധത്തിലേക്കായിരിക്കും കടക്കുക. ഇനിയും ഇതിലൊരു പരിഹാരം ഉണ്ടാകില്ലെങ്കിൽ കനത്ത പ്രതിഷേധവുമായി തെരുവിലിറങ്ങാൻ തന്നെയാണ് നാട്ടുകാരും തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ അമറിന്റെ ഖബറടക്കം പൂർത്തിയായി. ഇവിടെ നിന്ന് ബന്ധുക്കളൊക്കെ മടങ്ങുകയാണ്. വളരെ വൈകാരികമായിട്ടുള്ള ഒരു നിമിഷവും ഒരു സന്ദർഭം തന്നെയായിരുന്നു ഈ കുടുംബത്തിലേത്. ഇന്നലെ വൈകുന്നേരം 4 മണിക്കായിരുന്നു അമറിനെ കാട്ടാന ചവിട്ടി കൊലപ്പെടുത്തിയത്. നാട്ടുകാരെല്ലാം ഓടിക്കൂടിയപ്പോഴേക്കും അമറിന്റെ ജീവൻ നഷ്ടപ്പെട്ടിരുന്നു. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചു. ഇതിൽ ഒരു പരിഹാരം ഉണ്ടാകാതെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് അടക്കം വിട്ടു നൽകില്ല എന്ന വലിയ പ്രതിഷേധമായിരുന്നു നാട്ടുകാരും ഡീൻ കുര്യാക്കോസ് MP അടക്കമുള്ളവർ അവിടെ നടത്തിയത്. പിന്നീട് കളക്ടറുമായി നടത്തിയ ചർച്ചയിലാണ് ഇതിലുടൻ തന്നെ പരിഹാരം ഉണ്ടാക്കാമെന്ന ഉറപ്പ് നൽകിയത്. ഈ ഉറപ്പിന് പിന്നാലെയാണ് പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി മൃതദേഹം കുടുംബത്തിന് വിട്ടു നൽകിയത്. എന്തായാലും അല്പസമയം മുൻപാണ് അമറിന്റെ ഖബറടക്കം പൂർത്തിയായത്. ഇനി ഉടൻ ഇവിടെ ഫെൻസിംഗ് അല്ലെങ്കിൽ കിടങ്ങ് അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യും. ഇതിന് ശാശ്വത പരിഹാരം ഉണ്ടാകുമെന്നൊരു ഉറപ്പ് നൽകിക്കൊണ്ടാണ് മന്ത്രി ഇവിടെ നിന്ന് മടങ്ങിയത്. പക്ഷെ അപ്പോഴും ജനങ്ങൾ അതിൽ വിശ്വസിക്കാൻ തയ്യാറായിട്ടില്ല. കാരണം ഇതിനു മുൻപും ഈ 4 ആനകളാണ് ഇപ്പോൾ ഈ ഭാഗത്തേക്ക് ഇറങ്ങിയതെന്നാണ് നാട്ടുകാർ പറയുന്നത്. എങ്ങനെയാണ് ഇത്രയും ദിവസമായിട്ടും അല്ലെങ്കിൽ ഈ 4 വർഷത്തിനുള്ളിൽ തന്നെ 4 ആനകൾ ഇവിടെ തമ്പടിക്കുന്നുണ്ട്. പലപ്പോഴും നാട്ടുകാരാണ് ഇതിനെ തിരുത്തുന്നത്. പക്ഷെ വീണ്ടും ഇങ്ങോട്ടേക്ക് ആനകൾ ഇറങ്ങുന്ന സാഹചര്യം വനം വകുപ്പിനെ പലതവണ അറിയിച്ചിട്ടും വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ഇവിടെ എത്താൻ തയ്യാറായില്ല. അല്ലെങ്കിൽ അവർ പല ന്യായീകരണങ്ങളും പറഞ്ഞ് ഇവിടേക്ക് എത്താൻ ജീപ്പിന് പെട്രോൾ ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പലപ്പോഴും ആളുകളോട് ഇവർ മറുപടി നൽകുന്നത്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ വീണ്ടും സ്ഥിതി വഷളാവും, കൂടുതൽ ജീവനുകൾ നഷ്ടമാകും. അതുകൊണ്ട് ഇവിടെ സ്വസ്ഥമായി ജീവിക്കണമെങ്കിൽ ഈ ആനകളെ തിരുത്തിയേ മതിയാകൂ എന്ന കാര്യം മാത്രമാണ് നാട്ടുകാർ പറയുന്നത്. എന്തായാലും ഇതിനൊരു പരിഹാരം ഉണ്ടാകാം എന്ന് തന്നെയാണ് സർക്കാർ പറയുന്നത്. ഇല്ല എന്നുണ്ടെങ്കിൽ കൂടുതൽ കടുത്ത പ്രതിഷേധവുമായി തെരുവിലിറങ്ങാനാണ് പ്രദേശവാസികൾ തീരുമാനിച്ചിരിക്കുന്നത്. അമർ ശരി, നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. ഓരോ തവണയും ഇത്തരം ദാരുണമായ സംഭവങ്ങൾ ഉണ്ടാവുമ്പോൾ മാത്രം ജനപ്രതിനിധികളും മാധ്യമങ്ങളും അങ്ങോട്ടേക്ക് ശ്രദ്ധ കൊടുക്കുന്നു. ശാശ്വതമായൊരു പരിഹാരം ഉണ്ടാകുന്നില്ല എന്നതാണ് നാട്ടുകാരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന വലിയ ആക്ഷേപം. അത് ശരിയാണ് താനും. ഒരു മാസത്തിനിടെ നവമി പറഞ്ഞതുപോലെ 3 പേരാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. തേക്ക് പ്ലാന്റേഷനിൽ നിലയുറപ്പിച്ചിട്ടുള്ള കാട്ടാനകളെ അടിയന്തരമായി കാട് കയറ്റണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ഈ വനം വകുപ്പ് ഞങ്ങളെ എങ്ങനെയും നാട്ടിൽ നിന്ന് കുടിയൊഴിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇതൊരു 5-10 ഏക്കർ സ്ഥലമുള്ളൂ ഈ വനം. ഇതിലേക്ക് ആനേനെ കൊണ്ടുവന്ന് വിട്ടതാണ്. ആന, വന്യമൃഗങ്ങൾ ഈ കിഴക്ക് പ്രദേശത്തൊക്കെ ജനങ്ങൾ കുടിയൊഴിഞ്ഞു പോയി. അപ്പോൾ അത് വനായിക്കൊണ്ടിരിക്കുക. ഇനി ഞങ്ങളെ ഇങ്ങനെ പയ്യെ മുത്തങ്ങാലാര് വെടിവെക്കാൻ പറ്റുമല്ലോ, വെടിവെച്ചാൽ കേസാവും. അപ്പം ഇങ്ങനെ കൊല്ലും. എൻ്റെ ജ്യേഷ്ഠൻ്റെ മകനാണ് മരിച്ചു കിടക്കണം. ഞങ്ങളെവിടെ ഇവിടിട്ട് കൊല്ലും. 4 വാർഡുള്ളൂ. 4 വാർഡിൽ ആളെ വെടിവെച്ചല്ല, അതിനത്ര സ്ഥലം വേണ്ടല്ലോ. നിരത്തി നിർത്തി വെടിവെച്ച് കൊന്നു കളയുക. ഇവിടെ ഒരു കൃഷി ചെയ്യാൻ പറ്റില്ല. ഇവിടെ ഒരു സാധനം ഒരു മനുഷ്യന് 10 പൈസയുടെ പണിയില്ല. ഞങ്ങൾ ചുമ്മാ ഈ സാധാരണ മനുഷ്യരാ. എന്തെങ്കിലും കണ്ട മഞ്ഞളും പൂവയും നട്ട് ഒന്നും തരില്ല. കുരങ്ങ് വന്ന് തേങ്ങ തിന്നുന്നു. ഇങ്ങനെ ചെയ്യണം. ഇപ്പോൾ 1/2 കിലോമീറ്റർ അപ്പുറം ആനയെ കൊച്ചിനെ കൊന്നത്. ഈ ആന ഇവിടെ ഉണ്ട്. ഈ കമ്പി ഞങ്ങൾ വലിച്ചതാണ്. ഇവിടുത്തെ ഫോറസ്റ്റുകാർ ഇതൊന്നും അറിഞ്ഞു. ഒരു ഫോറസ്റ്റുകാരെ ഞങ്ങളിവിടെ കണ്ടോ? ഇവർ വരിക, ശമ്പളം മേടിക്കുക, തിന്നുക, വീട്ടിൽ പോവുക. ഇതാണ് ഇവരുടെ പരിപാടി. ഈ വനത്തിലെ മൃഗങ്ങളും ഇവരും ഒരേ സ്വഭാവക്കാരാണ്. ജീവിക്കാൻ നിർവാഹമില്ലാത്തൊരു നാടായി ഇത് മാറി. ഞങ്ങളെയൊക്കെ കൊല്ലും. നിങ്ങൾ അടുത്ത തവണ വരുമ്പോൾ എന്നെ കിട്ടില്ല. എൻ്റെ ശവത്തിൻ്റെ പുറമെ നിന്ന് വേറെ ആളോട് ചോദിക്കേണ്ടി വരും. ഒന്നെങ്കിൽ ഇവിടെ നിയമം മാറ്റി എഴുതണം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ജീവിക്കാവുന്ന അവസരം ഉണ്ടാക്കണം, അല്ലെങ്കിൽ ഞങ്ങൾ എവിടെയെങ്കിലും മാറ്റി താമസിപ്പിക്കണം. ഞങ്ങൾ ഞങ്ങളുടെ പിള്ളേരെ എങ്ങോട്ട് പോകാനാ? മുള്ളരിക്കോട് കാട്ടാന ആക്രമണത്തിൽ വനം വകുപ്പിനെ വിമർശിച്ച് ഡീൻ കുര്യാക്കോസ് MP. പ്രദേശത്ത് ഫെൻസിംഗിനായി MP ഫണ്ടിൽ നിന്ന് തുക അനുവദിച്ചിരുന്നു. പദ്ധതി നടപ്പാക്കാത്തത് വനം വകുപ്പാണെന്നും ഡീൻ കുര്യാക്കോസ് ആരോപിച്ചു. MP ഫണ്ട് നമ്മൾ നൽകിയതാണ്.
ഇംപ്ലിമെന്റിംഗ് ഏജൻസി എന്ന് പറയുന്നത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റാണ്. അവരത് ചെയ്യാത്തതാണ്. ചർച്ച നടത്തിയാണ് നമ്മൾ സമരം അവസാനിപ്പിച്ചത്. അപ്പം അതിന്റെ ഭാഗമായി ഈ മേഖലയുടെ സമ്പൂർണമായ ഒരു സുരക്ഷ ഉറപ്പുവരുത്തുന്ന രീതിയിലുള്ള ഒരു ഉന്നതതല യോഗം അടിയന്തരമായി വിളിക്കേണ്ടതായിട്ടുണ്ട്. കാട്ടാന ആക്രമണം തടയാൻ കൃത്യമായ ഇടപെടൽ ഉണ്ടാകുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. RRT ടീമിനെ നിയോഗിക്കും. പ്രദേശത്ത് ഫെൻസിംഗ് സ്ഥാപിക്കുമെന്നും മന്ത്രി പറഞ്ഞു. കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അമർ ഇലാഹിയുടെ കുടുംബത്തെ സന്ദർശിച്ച ശേഷം പ്രതികരിക്കുകയായിരുന്നു മന്ത്രി. ജനങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളിലും ആ കുടുംബത്തോടും അമറിന്റെ മരണത്തിലും ദുഃഖം അറിയിക്കാനാണ് ഞാനിവിടെ വന്നത്. ഇത്തരം കാര്യങ്ങളെ കാണുന്ന സാഹചര്യത്തിൽ അനുബന്ധമായി ഉണ്ടാകുന്ന കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കലാണല്ലോ ഏറ്റവും പ്രായോഗികമായി ചിന്തിക്കാവുന്ന ഏറ്റവും അടുത്ത മാർഗം. അത് ഒരു കുറവില്ലാതെ ചെയ്യാൻ കഴിയണമെന്നാണ് എന്റെ മനസ്സ് പറയുന്നത്. ഞാനത് മുഖ്യമന്ത്രിയെയും വകുപ്പ് മന്ത്രിയെയും അത്തരം കാര്യങ്ങളെല്ലാം അറിയിക്കാനും കാര്യമായ ഇടപെടൽ നടത്താനും പിന്നെ ഈ പ്രദേശത്തിന്റെ വിഷയത്തിൽ ഇടുക്കി പാക്കേജുമായി ബന്ധപ്പെട്ട് നമ്മുടെ ജില്ലയിൽ തന്നെയുള്ളൊരു വിഷയം എന്ന നിലയിൽ ഇതിന് കുറെ കൂടി സ്പീഡിൽ ചില പരിഹാര മാർഗം കണ്ടെത്തുന്നതിനുമാണ് എന്റെ മനസ്സിൽ കണ്ടത്. പ്രദേശം അറിയാവുന്ന വാച്ചർമാർക്ക് അക്കാര്യത്തിൽ കുറെ കൂടുതലായിട്ട് ഇടപെടാനായിട്ട് സാധിക്കും. അവർക്ക് കാര്യങ്ങൾ പെട്ടെന്ന് കണ്ടെത്താനായിട്ടും അറിയാനായിട്ടുള്ള അവസരങ്ങളുണ്ടാവും. അത്തരം ആൾക്കാരുടെ സേവനം കുറെ കൂടി ഇവിടെ പ്രയോജനപ്പെടുത്തേണ്ടത് അനിവാര്യമാണോ എന്ന് ചിന്തിക്കേണ്ടതുണ്ട്.